എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. യു ടേൺ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് മാക്സിമം ലെഫ്റ്റ് സൈഡ് ആക്കുകയാണ്. നേരെ നിങ്ങൾ അവിടെ നിന്ന് തന്നെ യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്, അത് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ സൈഡ് ചേർത്ത് നിർത്തി മാക്സിമം. അതിനുശേഷം ഒരു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. അപ്പോൾ യു ടേൺ എടുക്കേണ്ട പ്രൊസീജിയർ ഇങ്ങനെ തന്നെയാണ്. മാക്സിമം സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. ബാക്കിൽ നിന്ന് വണ്ടിയില്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഫുള്ളായിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് വെച്ചിട്ടാണ് ഉള്ളത്. ഇപ്പോൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിറർ നോക്കി വണ്ടിയില്ലാന്ന് ഉറപ്പുവരുത്തുന്നു. ഒക്കെ വണ്ടിയുണ്ട്, ധാരാളം വണ്ടികളുണ്ട്, നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല പെട്ടെന്ന്. ഇൻഡിക്കേറ്റർ ഇങ്ങനെ കൊടുത്തു വെച്ചുകൊണ്ട് തന്നെ മറ്റുള്ള വണ്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. എന്തായാലും നല്ലൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ, ഒരു സൈഡ് ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് പതിയെ എടുക്കാൻ പറ്റും. പതിയെ എടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ ചിലപ്പോൾ നിർത്തേണ്ടി വരും. ഒരു സൈഡ് മാത്രം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സൈഡ് എൻ്റെ ക്ലിയർ ആണ്. ഞാൻ ഇതാ പതിയെ വണ്ടി എടുക്കുന്നു. നോക്കി നിങ്ങൾ, പതിയെ എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ വണ്ടി ഉണ്ട്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചെടുത്തു. ആ വണ്ടി സ്ലോ ആക്കി, കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് എടുക്കാം. പെട്ടെന്ന് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കണം. കണ്ടില്ലേ, ഞാനിപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി എടുത്തു. ഇതുപോലെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ചെയ്യാം. ഒരു സൈഡ് ക്ലിയർ ആയിട്ട് നമ്മൾ വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. സെൻറ്റർ ലൈനിൽ എത്തുന്ന സമയത്ത് മറ്റേ സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലോ ആക്കി കൊടുക്കുക. അത് പോയതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുക. ഇതാണ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് പതിയെ മുന്നോട്ടേക്ക് പോവാം. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാം. സൈഡ് ചേർത്ത് പോവുക എന്നുള്ളതാണ് ശരിയായ രീതി. അങ്ങനെ തന്നെ പോകണം. വണ്ടി കാണുമ്പോൾ മാത്രമല്ല സൈഡാക്കേണ്ടത്, റെഗുലറായിട്ട് നമ്മൾ സൈഡ് ചേർത്തിട്ട് പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം. പെട്ടെന്ന് സ്റ്റിയറിംഗ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊന്നും വെട്ടിക്കരുത്. ഞാനിപ്പോൾ സൈഡ് ചേർത്ത് പോകുന്നത് നോക്കി. സ്റ്റിയറിംഗ് ആവശ്യത്തിന് മാത്രം തിരിക്കുക. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്റ്റിയറിംഗ് വെട്ടിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ വെട്ടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പാടുന്ന പോലെ ഉണ്ടാവും. കണ്ടില്ലേ, സ്മൂത്തായിട്ട് പോകുന്നു. ഇപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ശരിക്കും അത് റോങ് ആണ് വരുന്നത്, പക്ഷേ ഞാനത് കുറച്ചൊന്ന് റൈറ്റിലേക്ക് ചേർത്ത് പോയി. അങ്ങനെ റൈറ്റിലേക്ക് ചേർക്കുമ്പോൾ മിറർ ഒന്ന് നോക്കണം. തൊട്ട് ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കണ്ടില്ല, ഈ ഒരു വണ്ടി ബാക്കിൽ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നു എടുക്കുന്ന സമയത്ത്. റൈറ്റിലേക്ക് എപ്പോഴും സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഹൈവേയിൽ ഒരുപാട് വണ്ടികൾ ഉണ്ടാവും. ചെറിയ റോഡിലൂടെ പോകുന്ന പോലെയല്ല ഹൈവേയിൽ എത്തുന്ന സമയത്ത്. ഹൈവേയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് ശ്രദ്ധിക്കാതെ ഒരിക്കലും പോകരുത്. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഭാഗത്തേക്കാണ് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്നത് ആ ഭാഗത്തെ മിററിലേക്ക് നോക്കിയതിന് ശേഷം മാത്രമേ സ്റ്റിയറിംഗ് തിരിക്കാൻ വേണ്ടി പാടുള്ളൂ. അതായത് ക്ലിയർ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ തിരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നോക്കുക നിങ്ങൾ, ഞാൻ എങ്ങനെയാണ് പോകുന്നത് കണ്ടില്ലേ? ഞാനിപ്പോൾ കറക്റ്റായിട്ട് പോകുന്നു. എനിക്ക് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എങ്ങനെ ടേൺ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുന്നിലേക്ക് പോയതിന് ശേഷം ഇൻഡിക്കേറ്റർ കൊടുക്കും. ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ആ മിഡിൽ ലൈൻ അടുപ്പിച്ചിട്ട് പോകും. പിന്നീട് ഞാൻ ഇതിലേ കൂടിയ ആളുകളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിടൂല, മറ്റുള്ള വണ്ടികളെ. ചിലപ്പോൾ ബൈക്കുകളൊക്കെ ചെയ്യും, എന്നാലും വലിയ വണ്ടികളൊന്നും ചെയ്യില്ല. നിങ്ങൾ നോക്കുക, ഞാനിത് ഇവിടുന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ചെയ്യുന്നത് കുറച്ചൊന്ന് ഇങ്ങനെ റൈറ്റ് ചേർത്ത് പോകാനാണ്. അതായത് ഒരു ആ മിഡിൽ ലൈന് ചേർത്ത് പോകാൻ ഞാൻ ഇങ്ങനെ ശ്രമിക്കും. നോക്കുക നിങ്ങൾ, എന്നെ ഞാനിങ്ങനെ മിഡിൽ ലൈന് ചേർത്താണ് പോകുന്നത്. നോക്കുക നിങ്ങൾ, മിഡിൽ ലൈന് ചേർത്ത് ഇങ്ങനെ പതിയെ പോകുന്നു. ഇവിടുന്നാണ് എനിക്ക് ടേൺ ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിലൂടെ വേണമെന്നുണ്ടെങ്കിൽ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്യും. എനിക്ക് ഇവിടുന്നാണ് ടേൺ ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് ഇവിടുന്ന് ഫുള്ളായിട്ട് ടേൺ ചെയ്യുന്നു. കണ്ടില്ലേ, ടേൺ ചെയ്ത് ഇങ്ങനെ വന്നു. ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് വരാം. ഞാനിപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഒരു റെയിൽവേ ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. റെയിൽവേ ഗേറ്റ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ അതിൻ്റെ സൈഡ് ചേർത്ത് വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ചും കൂടി മുന്നിലേക്ക് അടുപ്പിച്ചിട്ടാണ് നിർത്തുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. കണ്ടില്ലേ, മുന്നിലെ വണ്ടിയുടെ ബാക്ക് ടയർ കാണുന്നൊരു ഡിസ്റ്റൻസിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇതേപോലെയാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്